ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പാഷൻ ഫ്രൂട്ട് റെസിപ്പി ആയിട്ടാണ്. അത് വെച്ച് നമ്മൾ പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോണത്. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് പാഷൻ ഫ്രൂട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാഷൻ ഫ്രൂട്ടിൽ നിന്ന് 2 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 റൂട്ട് ബിസ്ക്കറ്റ് ഇതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. പിന്നെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാഷൻ ഫ്രൂട്ടും. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. ഞാനിവിടെ പുഡിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു ബൗളാണ് എടുത്തേക്കണത്. അപ്പോൾ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്കാണ് ചെയ്യണത്. അങ്ങനെ ഫസ്റ്റ് ലെയർ നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബിസ്ക്കറ്റ്, അതിന് ശേഷം വിപ്പിംഗ് ക്രീം, അങ്ങനെ ചെയ്തെടുത്താൽ മതി. എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നടുക്കൊന്ന് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ വിപ്പിംഗ് ക്രീം ബാക്കി വന്നതുകൊണ്ട് അങ്ങനെ ചെറിയൊരു ഡിസൈൻ കൂടി കൊടുത്തതാണ്. അതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാഷൻ ഫ്രൂട്ടും അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ പൊടിച്ച ബിസ്ക്കറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി പാഷൻ ഫ്രൂട്ട് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക.